നമ്മളെ പഠിക്കില്ല വെറുതെ നമ്പർ ഇതനും കൂടെ ഉണ്ടല്ലോ. അവനെ വിളിക്കാം അതിന്റെ മെയിൻ ആളുണ്ട്, മെമ്പറുടെ ഡ്രൈവർ. കാറിലാക്കൊല്ലാറ ഈ സാധനമാണേ സ്വിഫ്റ്റ് ഇതുള്ള കിടക്കുന്നുണ്ട്, രണ്ടന്മാരുണ്ട്. പിന്നെ ഡ്രൈവുണ്ട്, അതില്ല മോണില്ല. നമ്മളിവിടെ പാറപ്പുഴ രണ്ടുണ്ട് പാറപ്പുഴ സ്വദേശി ഒരാഴ്ചയായിട്ട് നിരീക്ഷണത്തിലാണ്. ഇത് ആക്ച്വലി എന്റെ പുറകെ നടക്കണം. ഇവര് ഒരുപാട് പൈസ ബാങ്കിൽ കൊടുത്തതിന്റെ എവിടെയായിരുന്നു. സ്ത്രീകളും ഓരോ സമയത്ത് വരുന്ന കസ്റ്റമേഴ്സും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 20/10/2014 മൂവാറ്റുപുഴ DSP ശ്രീ ബിജുമോഹൻ സാറിന് കിട്ടിയ ഒരു രഹസ്യ വിവരപ്രകാരമാണ് ഞങ്ങൾ ഈ കേസ് ഡിറ്റക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്ക്വാഡുകാർക്ക്, അദ്ദേഹത്തിന് ബിജു സാറിന് കിട്ടിയ വിവരം അദ്ദേഹത്തിന്റെ സ്ക്വാഡുകാരെ വെച്ച് അദ്ദേഹം പരിശോധിപ്പിച്ച്, അപ്പോൾ ഇവിടെ ഈ മൂവാറ്റുപുഴ ഭാഗത്തൊരു കരൺവാണിഭ സംഘം നടക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുള്ളൊരു വിവരം കിട്ടി. അപ്പോൾ അവരുടെ ഓരോ സമയത്തും സ്ക്വാഡുകാർ അവരുടെ കൂടെ അവരെ അന്വേഷിച്ച്, ഈ ഞങ്ങളുടെ ഷാഡോ പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവർ വാസസ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി അവസാനം ഇപ്പോൾ ഇത് ഈ തെക്കുമല ഭാഗത്തുണ്ടെന്നുള്ള വിവരം കിട്ടി. അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം അങ്ങോട്ട് ഇടപാടുകാർ കയറിപ്പോയി എന്നുള്ള കാര്യം വിവരം കിട്ടിയതിന് ശേഷമാണ് ഇവിടുന്ന് വാഴക്കുളം SI ശ്രീ ഹരിയും മറ്റു വനിതാ പോലീസും ഞാനും അടക്കമുള്ള ടീം അവിടെ ചെന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഞങ്ങൾ അവിടുന്ന് 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വിക്ടിമുണ്ട്, സ്ത്രീ. അവർ ഇതിനകത്തൊരു ഇരയാക്കപ്പെട്ട സ്ത്രീയാണ്. അതുപോലെ 2 ഇടപാടുകാരുണ്ട്, ഒരു നടത്തിപ്പുകാരനും ഒരാളെ ഇടപാട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്റ്റീവായിട്ട് തന്നെ ഈ മോഹനൻ എന്ന് പറഞ്ഞൊരു പ്രതിയുണ്ട്. അയാളാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. അയാളുടെ ഭാര്യ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കേസ് അന്വേഷിച്ച് അവരുൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ പ്രതിയായിട്ട് ചേർക്കും. അതുപോലെ തന്നെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത ആള്, അദ്ദേഹത്തിനും ഈ കാര്യത്തിനാണെന്ന് അറിവുണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നത്. അയാളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ബുക്ക് കണ്ട മനസ്സിലായിരുന്നു, ഒരുപാട് സ്ത്രീകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, ഒരുപാട് ഒരു വലിയ സംഘമാണെന്ന് മനസ്സിലായി അല്ലേ? ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ബുക്കാണ് ഈ കാണുന്നത്. ഈ ബുക്കിൽ ദിവസവും അവിടെ ആളുകൾ സ്ത്രീകൾ വന്ന് താമസിക്കുന്നതായിട്ടും അവർക്ക് ഇടപാടുകാർ വരുന്നതായിട്ടും അവർക്ക് തുക കൊടുക്കുന്നതായിട്ടൊക്കെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ വേറൊരു ഇതുണ്ട്, അയാൾ ബാങ്ക് അക്കൗണ്ടിൽ നല്ല പൈസ നിക്ഷേപിച്ച തെളിവുകളുണ്ട്. അപ്പോൾ ബാങ്കിന്റെ അക്കൗണ്ട് എടുത്ത് പരിശോധിക്കണം. അയാളുടെ മോഹന്റെ അയാളുടെ ഭാര്യ സന്ധ്യ മോഹന്റെ ഇടപാടുകൾ എങ്ങനെയാണെന്ന് അവർ പരിശോധിച്ചത്, ഓൺലൈൻ ആയിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അതെ, അതിപ്പോൾ ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അന്വേഷിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫോൺ നമ്പറും ഒക്കെ നോക്കിയെടുത്തതിന് ശേഷം കണ്ടുപിടിക്കാം.